മലയാളത്തിന്റെ മോഹൻലാൽ ഇപ്പോൾ ഒരു ക്യാമിയോ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമിയോ റോൾസുകൾ ചൂസ് ചെയ്യുന്നത്? ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കണ്ടത് ജയിലറിലാണ് ക്യാമിയോ റോൾ ഒരെണ്ണം. ഖലീഫ എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് ഒരു ക്യാമിയോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോയും സെക്കൻഡ് പാർട്ടിൽ ലാലേട്ടനെ വെച്ചൊരു ഫുൾ ഫിലിം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. 2 റീസൺ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ചെയ്തതിൻ്റെ. ഒന്നെന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു അഹമ്മദ് അലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഒരു നരേഷനിലൂടെ കിട്ടിയ ഒരു ഇമ്പാക്റ്റിനെ ഡബിൾ പവറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്പുറത്തൊരു ആക്ടർ ആരെങ്കിലും പ്രസന്റ് ചെയ്യണം. ആ ഒരു ക്യാരക്ടറിന്റെ പേരിൽ ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് മോഹൻലാലിന്റെ മുഖമാണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന പവർ എന്തായിരിക്കും? കൊച്ചുമകനായിട്ടുള്ള ക്യാരക്ടറിനും പൃഥ്വിരാജ് ചെയ്യുന്ന റോളിനും കിട്ടും. അത് ഒരു റീസൺ ആയിരിക്കാം. 2 പറയുന്നത് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഈ ഒരു സിനിമ എല്ലാവരും കയറി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാറ്റിക്സും ആയിരിക്കാം. പിന്നെ വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇതുപോലെ പല സെക്കൻഡ് പാർട്ടുകളും അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലാലേട്ടൻ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ബബ്ബയിനകത്തും ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. വൃഷഭ എന്ന് പറഞ്ഞൊരു സിനിമ, അതിനകത്തൊരു ക്യാമിയോ എന്നുള്ള രീതിയിലാണോ എന്നറിയില്ല, പക്ഷെ അതിനകത്തും ആളൊരു ഹാഫ് സൈഡ് റോൾ പോലെയാണ്. എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കൂട്ടുകാരെ രക്ഷിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാമിയോ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മമ്മൂക്കയും ലാലേട്ടനെ വെച്ച് എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാവുന്ന സമയത്ത് പറയുന്നത് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടർ ഈ പറയുന്ന പോലെ കോടികളും റെക്കോർഡുകളും തൂക്കുന്ന ഒരാളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ റീസൺ തന്നെയാണ് ലാലേട്ടൻ, ആ ഒരു റീസൺ തന്നെയാണ് ലാലേട്ടൻ ഇതുപോലെ ലാലേട്ടൻ്റെ ആ ഒരു ഗ്രോത്തിനെ എത്രത്തോളം ഹൈ കൊണ്ടുപോകാൻ പറ്റുമോ അത് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ബിഗ് സ്റ്റാർ ആക്കാൻ പറ്റുമോ അതിനു വേണ്ടിയുള്ള പോളിഷ് ആണ് ഇത്തരത്തിലുള്ള ക്യാമിയോസും പല രീതിയിൽ ആൾക്കാരെ ഉള്ളിലേക്ക് ഇറങ്ങി ഇനിയും ചെല്ലുന്നത്. അതായത് നമ്മളെ ഓഡിയൻസ് അല്ലാതെ പുറത്തോട്ടുള്ള ഓഡിയൻസിനും എല്ലായിടത്തും മോഹൻലാൽ എന്ന ആക്ടറിനെ കുറച്ചും കൂടെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മൾ മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടറിനെ വയ്ക്കുകയാണെങ്കിൽ മമ്മൂട്ടി എന്ന ആ ഒരു ഹീറോയെ അവിടെ ഡൗൺ ചെയ്തിട്ട് മമ്മൂട്ടി എന്ന ആക്ടറിനെയാണ് അവിടെ സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാരക്ടേഴ്സ് ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ, അതിപ്പോൾ വില്ലനോ ഹീറോയോ എന്തോ ആവട്ടെ, അതെല്ലാം ഞാൻ ചൂസ് ചെയ്ത് എന്നിലെ ആക്ടറിനെ പോളിഷ് ചെയ്ത് സ്കെയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മമ്മൂക്കായും ചെയ്യുന്നത്. മമ്മൂട്ടി എന്ന ആ ഒരു ഹീറോ അവിടെ വേണ്ടാന്ന് വെച്ചത് മോഹൻലാൽ എന്ന് പറയുന്ന ഈ ഒരു ഹീറോയും ഒപ്പം മാജിക്കൽ നടനായതുകൊണ്ട് തന്നെ എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഞാൻ എവിടെ കൊണ്ടിട്ടാലും അഭിനയിക്കും എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഗ്രോത്തിനെ മാത്രം ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കാം അഭിനയ പ്രാധാന്യമോ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു വെസറ്റലായിട്ടുള്ള തുടരും പോലത്തെ ക്യാരക്ടേഴ്സോ അങ്ങനെയുള്ള ഒന്നും ആശാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ബേസിലായിരിക്കാം ആശാൻ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ലാംഗ്വേജുകളിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ട്. ലാലേട്ടനായാലും മമ്മൂക്കയൊക്കെ ആയാലും ഇതുപോലെ ലാലേട്ടൻ പുറത്ത് പോയി വൃഷഭ പോലത്തെ സിനിമകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഓഡിയൻസിലേക്ക് ഈ ഒരു ആക്ടർ കുറെ കൂടി സ്കെയിലായി പോകും. ഒരു ഹീറോ മെറ്റീരിയലായിട്ട് ആ ഒരു നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമിയോ റോൾസും ആ ഒരു ആക്ടറിന് കുറച്ച് ബൂസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ടൈപ്പ് ക്യാരക്ടറുകൾ ചൂസ് ചെയ്യണം. അതാണ് ഇത്തരത്തിലുള്ള മൾട്ടി സ്റ്റാർ ഫിലിംസിലൊക്കെ ചെന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ആ ഒരു സ്റ്റാറിനെ രക്ഷിക്കാൻ വരുന്നതായിട്ടുള്ളൊരു ഹീറോ, അല്ലെങ്കിൽ ഒരു ഹീറോയെ രക്ഷിക്കാൻ വരുന്ന അതിലും വലിയൊരു ഹീറോ എന്നുള്ളൊരു രീതിയിൽ ക്യാമിയോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. ക്യാമിയോകൾ മാത്രം ലാലേട്ടൻ ചൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ തൻ്റെ പേഴ്സണലായിട്ടുള്ള ആ ഒരു ഹീറോ എന്ന ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇത് ലാലേട്ടൻ്റെ ബുദ്ധിയൊന്നും ആയിരിക്കില്ല. മെയിനായിട്ടും ഇതിന് പുറകെ പ്രവർത്തിക്കുന്നത് അവരുടെ ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂരും ഒക്കെ തന്നെയായിരിക്കാം. മാർക്കറ്റ് എന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചൂസ് ചെയ്യാൻ പറയുന്നത്. തുടരും പോലെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള, ഇനിയിപ്പോൾ ദൃശ്യം 3 വരാൻ പോകുന്നുണ്ട്, ഇത്തരത്തിൽ യുണീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അഭിനയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സ്റ്റോറിക്കുള്ളിൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ക്യാമിയോയിൽ വന്ന് മാസപ്പീൽ നടത്തുന്ന ഒരു മാസ് കണ്ട് കൈയടിക്കുക എന്നുള്ളതിനേക്കാൾ ബെറ്റർ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് കൂടുതലും വരുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളായതുകൊണ്ടും നമുക്ക് ഇത്തരത്തിലൊരു മാസ് അപ്പീലിൽ കൈയടിക്കാനുള്ള അവസരം എത്രയോ കാലമായിട്ട് മമ്മൂക്ക ഫാൻസുകാർക്ക് ഇല്ല. പക്ഷെ ലാലേട്ടൻ ഫാൻസുകാർക്ക് അതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കൈയടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമേ ഉള്ളൂ. കാരണം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ലാലേട്ടൻ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റാറായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അത്രത്തോളം ഹൈപ്പിൽ നിൽക്കണമെങ്കിൽ എല്ലാ ആക്ടേഴ്സും ഇത്തരത്തിലുള്ള ക്യാമിയോസ് ആയാലും പുറത്തു പോയും ഒക്കെ ചെയ്യണം. പക്ഷെ നമ്മളൊരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് ഈ ഒരു സ്റ്റാർഡം മാത്രം കൊണ്ട് ഒരു ആളിനെയും ആരും ഓർത്തിരിക്കില്ല.
ആ ഒരു ആക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന ആ കണ്ടന്റും കൂടെ നോക്കും. ഇപ്പോൾ ലാലേട്ടനായാലും പണ്ട് കാലങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ സിനിമകളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു സിനിമ എടുത്ത് മുമ്പിൽ വെച്ചാൽ പോലും അതിൻ്റെയൊക്കെ കണ്ടന്റും ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ എത്ര ക്യാമിയോ ചെയ്തില്ല, ആളിൻ്റെ ഗ്രോത്ത് ഇല്ല, ആളിപ്പോൾ സിനിമ ചെയ്യുന്നില്ലെങ്കിൽ പോലും ആൾക്കാർ ഓർത്തിരിക്കും. പക്ഷെ അതേസമയം ഇപ്പോൾ നമ്മൾ മറ്റ് ഇൻഡസ്ട്രിയിലെ പല വലിയ കിടിലം ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ടാണ് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് അയാളുടെ സിനിമ കാണുന്ന സമയത്ത് കംപ്ലീറ്റ് ട്രോളാണ് പറയുന്നത്. ഇത് മറ്റതാണ് മറിച്ചതാണ്, എനിക്ക് അങ്ങനെയായി ഇങ്ങനെ സംഭവമായിട്ട് തോന്നി എന്നൊക്കെ പറയും. പക്ഷേ അതൊരു ട്രോൾ മെറ്റീരിയലായിട്ടാണ് പറയുന്നതെന്നുള്ളത് ആ ഒരു ആക്ടറിനോട് സത്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് മോഹൻലാൽ ആയതുകൊണ്ട് ഏത് പൊട്ടപ്പടവും നമ്മൾ വിജയിച്ച് കൈയടിക്കും എന്നുള്ളൊരു ഇതില്ല. ഇപ്പോൾ ഒരു ക്യാമിയോ ആയിട്ട് വന്നാലും അത് ബോറാണെന്നുണ്ടെങ്കിൽ ബോറെന്ന് പറഞ്ഞ് തള്ളിക്കളയുക തന്നെയാണ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ മോൺസ്റ്റർ പോലത്തെ സിനിമകളും അത്തരത്തിൽ പൊട്ടിപ്പോയ പല സിനിമകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വരെ പൊട്ടിത്തരിപ്പണമായ സിനിമകളുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നടൻ ചെയ്ത് മുമ്പേ വെച്ചിട്ടുള്ള സേഫ് ആക്കിയിട്ടുള്ള തൻ്റെ ആ ഒരു ആക്ടിങ് എന്നുള്ള രീതിയിലുള്ള കരിയർ ഉണ്ടല്ലോ, അത് ഓൾറെഡി ലോക്ക്ഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ലാലേട്ടൻ നോ പ്രോബ്ലം. ഇനിയിപ്പോൾ ജയിലറിൽ വരുന്നുണ്ട്, അതും ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആയിരിക്കും. അതും ഫുൾ ലോങ് ക്യാരക്ടർ ഒന്നും അല്ല, അതും മൾട്ടി സ്റ്റാർ സിനിമയാണ്. ആ ഒരു ക്യാരക്ടർ എന്തായാലും വരും. അപ്പോൾ ഇതുപോലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറേ ലാലേട്ടൻ്റെ ക്യാമിയോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ലാലേട്ടൻ്റേതായിട്ടൊരു സിനിമയായിട്ട് വരാനുള്ളത് എനിക്ക് തോന്നുന്നു ദൃശ്യം 3 മാത്രമാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ വേറെ ഒരു സിനിമ അനൗൺസ് ചെയ്തതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ഏതോ ഒരു സിനിമ അനൗൺസ് ചെയ്തു, ഒരു പോലീസ് സ്റ്റോറി. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറും ഇതുപോലെ ക്യാമിയോ വരുന്നുണ്ട്. പക്ഷേ ആ ക്യാമിയോ എന്ന് പറയുന്ന ആ ഒരു റോള് ചത്താപ്പച്ചയിലൊരു റോള് വരുന്നുണ്ട്. അത് എന്തായാലും യൂണീക്കാണെന്ന് നമുക്കറിയാം, കാരണം അത് റെസ്ലിംഗ് ബേസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വലിയ റെസ്ലറിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രൻസ് ഉണ്ടാവൂലേ, അത്തരത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കാം മമ്മൂക്ക ആ ഒരു ഈ സിനിമയ്ക്ക് അത് ക്യാമിയോ ആയിട്ട് ചെയ്യുന്നത്. മേ ബി അണ്ടർടേക്കർ ആയിരിക്കാം. ഒരു WWE ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ആള് അണ്ടർടേക്കറാണ്. അണ്ടർടേക്കറിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം മമ്മൂക്ക അതിനകത്ത് ക്യാമിയോയിൽ ചെയ്യുന്നത്, അറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും നമ്മളുടെ മാർക്കറ്റിങ്ങിനെ ഡബിൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ക്യാമിയോ റോൾസുകൾ. അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഹീറോ ആയിട്ട് നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു ഹീറോ ചെന്നിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഹീറോയ്ക്ക് കിട്ടുന്നതിന് കുറച്ച് ഇഷ്ടം നേരെ നമ്മൾ ആ ആക്ടറിനൂടെ കിട്ടും. അപ്പോൾ ലാലേട്ടൻ ഇപ്പം തന്നെ ഇവിടെ മോളിവുഡിലെ റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ സ്റ്റാർ വാല്യൂ കൂട്ടി ഇനിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മോളിവുഡിൽ റെക്കോർഡുകൾ തകർക്കാൻ പിന്നെ മറ്റാർക്കും പറ്റാത്ത അവസ്ഥയിലെത്തും. ഇപ്പം തന്നെ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ മമ്മൂക്കരെ കളങ്കാവിൽ 100 CR അടിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പലയിടത്തും കറങ്ങി നടക്കുന്നത്. ഈ ഒരു സിനിമ വെച്ചിട്ട് ഇത്രത്തോളം ഒരു 75 CR വരെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുവരെ കളക്ട് ചെയ്യുമെന്ന് പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കാരണം അത്തരത്തിലുള്ളൊരു ക്യാരക്ടറും വില്ലൻ ഇതുമാണ്. പക്ഷേ ഈ ഒരു സിനിമ 100 അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരു ഫാൻ ഫൈറ്റ് ഒന്ന് ഒഴിവായി കിട്ടും എന്നുള്ള രീതിയിൽ, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അയാൾ ചെയ്ത ക്യാരക്ടർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ അടുത്ത അവാർഡ് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. എന്തായാലും ടഫാണ് അടുത്ത സ്റ്റേറ്റ് അവാർഡ്. ലാലേട്ടൻ്റെ കൂട്ടുകാരെ രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു ഇതൊക്കെ ലാലേട്ടൻ മനസ്സിലുണ്ടോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം അത് മനസ്സ് വെച്ചുകൊണ്ടോ എല്ലാവർക്കും പോയി റോൾ കൊടുക്കുന്ന ടൈപ്പ്. ഇപ്പോൾ ഈ ബഫബയിലെ ക്യാരക്ടർ പോലും ഗോകുലം മൂവീസുമായിട്ട് എന്തോ ഒരു നമ്മളെ എമ്പുരാനിൽ വന്ന ഒരു ഇതിൻ്റെ പേരിൽ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ലാലേട്ടൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ റെഫറൻസുകൾ എടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നിട്ടുണ്ടാവാം. കാരണം ലാലേട്ടനെ പോലെ അത്രയും സിനിമ റെഫറൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. ദിലീപിനും ലാലേട്ടനൊക്കെ തന്നെയാണ് അത്രയും സിനിമ റെഫറൻസുകൾ എടുക്കാൻ പറ്റുന്നത്. മമ്മൂക്ക സിനിമകളായപ്പോലും അധികം നമുക്ക് രാജമാണിക്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പുറകോട്ട് ചിന്തിച്ചാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകളുടെ റെഫറൻസുകളെ കിട്ടുള്ളൂ. ഒരു യുണീക്നെസ് വേണം ഈ മുണ്ട് പറിച്ചടിയും മോതിരം അതുപോലെ വാച്ച് അതിൻ്റെയൊക്കെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടൻ തന്നെ വരണം. അപ്പോൾ ഇതൊക്കെ റീസൺ ആയിരിക്കാം. എന്തൊക്കെയായാലും ലാലേട്ടൻ ഇനിയിപ്പോൾ ക്യാമിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്താലും ലാലേട്ടൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി സിനിമകളുണ്ടല്ലോ തുടരും പോലെ. ദൃശ്യം 2 വരെ നമുക്കറിയാം, ഇനി 3 എന്താവും എന്നുള്ളത് കണ്ടറിയാം. കാരണം ജിത്തു ജോസഫിൻ്റെ കഴിഞ്ഞ സിനിമയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ദൃശ്യം 3 എങ്ങനെ വരും എന്നുള്ളതിൽ പേടിയുണ്ട്. സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അടുത്ത റെക്കോർഡ് ഇപ്പം തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ പൊളിച്ചെന്നൊക്കെയാണ് പറയുന്നത്. 350 കോടിയോ എത്രയ്ക്ക് അടിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല. ലാലേട്ടൻ്റെ ഒരു ഫുൾ ലോങ് ആ ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ കാണാനാണ് എനിക്ക് ആഗ്രഹം. അത്തരത്തിലുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. റീസെൻറ്റ് വീഡിയോ
സർവമായ നിവിൻ പോളിയുടെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കൺഫേം ചെയ്യുക. ഒപ്പം ആ ഒരു ഹൈപ്പും കൂടെ അമർത്തിയേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.